ലോകത്തിലെ 65% ആളുകൾക്ക് തൊഴിൽ നൽകുന്നതും ഇന്ത്യൻ GDP-യുടെ 35% സംഭാവന ചെയ്യുന്നതും ചെറുകിട ഇടത്തര സംരംഭങ്ങൾ അല്ലെങ്കിൽ MSME-കളാണ്. ഈ MSME അഥവാ ചെറുകിട ഇടത്തര സംരംഭങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ തൊട്ടടുത്ത് പല ഷോപ്പുകളും കാണും. ഈ ഷോപ്പുകളിൽ പലചരക്ക് ഷോപ്പുകൾ കാണും, അതുപോലെ മീൻകട കാണും, മീറ്റ് വിൽക്കുന്ന കട കാണും, സർവീസ് സെന്ററുകൾ കാണും, ട്രക്ക് ഡ്രൈവേഴ്സ് കാണും, ഷോറൂമുകൾ കാണും, കന്നുകാലി വിൽപ്പന നടത്തുന്നവർ കാണും, മീൻ വളർത്തുന്നവർ കാണും, അതുപോലെ മറ്റ് സ്വയം തൊഴിൽ ഏർപ്പെടുന്ന നിരവധി പേര് കാണും. കൂടാതെ ബിസിനസ് വെൻഡേഴ്സ്, ഷോപ്പ് കീപ്പേഴ്സ്, ഫുഡ് പ്രൊഡക്റ്റ് ഇൻഡസ്ട്രീസ്, ഹാൻഡിക്രാഫ്റ്റ്സ്മാൻ, സ്മോൾ സ്കെയിൽ മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രീസ്, റിപ്പയർ ഷോപ്പുകൾ, ട്രക്ക് ഓണറുകൾ, സർവീസ് ബേസ്ഡ് കമ്പനീസ് തുടങ്ങിയ എല്ലാ വിഭാഗത്തിൽ പെടുന്നത് ചെറുകിട ഇടത്തര സംരംഭങ്ങൾ അഥവാ MSME-യിൽ പെടുന്നതാണ്. MSME-യെ കുറിച്ചുള്ള മുഴുവൻ വിവരങ്ങളും MSME ആയിട്ട് നിങ്ങളുടെ സംരംഭം എങ്ങനെ രജിസ്റ്റർ ചെയ്യാമെന്നുള്ള ഒരു വീഡിയോ ഇതിനോടകം തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഉണ്ട്, അല്ലെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ വിസിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് അത് കാണുവാൻ സാധിക്കും. ഇങ്ങനെയുള്ള ഒരു ചെറുകിട സംരംഭം നിങ്ങൾക്ക് തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിലവിൽ ഒരു ചെറുകിട ഇടത്തര സംരംഭമുണ്ട്. ഈ സംരംഭം ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് വെൽ എസ്റ്റാബ്ലിഷ് ആക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും നിങ്ങൾക്ക് വായ്പ ലഭ്യമാക്കുന്ന ഒരു കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് മുദ്ര ലോൺ. ഈ വായ്പയുടെ പ്രത്യേകതയാണ് ഒരു രീതിയിലുള്ള ഈടോ ജാമ്യം നമുക്ക് നൽകേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. 2015 മുതലാണ് കേന്ദ്ര സർക്കാർ ഇങ്ങനെയുള്ള ഒരു പദ്ധതി ആവിഷ്കരിച്ചത്. ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപയോഗപ്പെടുന്നതാണ്. ഇതുപോലുള്ള അനേകം വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനാബിൾ ചെയ്യാനും മറക്കല്ലേ. എൻ്റെ പേര് ക്ലിൻസ്റ്റാച്ച് മണിവേളയിൽ. വെൽക്കം ടു മൈ ചാനൽ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കല്ലേ. SBI പോലുള്ള പബ്ലിക് സെക്ടർ ബാങ്കുകൾ, പ്രൈവറ്റ് സെക്ടർ ബാങ്കുകൾ, സ്മോൾ ഫിനാൻസ് ബാങ്കുകൾ, നോൺ ഫിനാൻഷ്യൽ കമ്പനികൾ, ഗ്രാമീണ ബാങ്കുകൾ, കോപ്പറേറ്റീവ് ബാങ്കുകൾ തുടങ്ങിയവയിലെല്ലാം നമുക്ക് ഈ വായ്പയ്ക്ക് അപേക്ഷിക്കുവാൻ സാധിക്കും. നിലവിൽ മുദ്ര ലോൺ പ്രകാരം 10 ലക്ഷം രൂപ വരെയാണ് വായ്പയായിട്ട് ലഭിക്കുന്നതെങ്കിലും പുതിയ കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം അനുസരിച്ച് അത് 20 ലക്ഷം രൂപ വരെയായിട്ട് ഉയർത്തുമെന്നാണ് അറിയാൻ സാധിച്ചത്. പ്രധാനമായിട്ടും മുദ്ര ലോൺ 3 കാറ്റഗറീസ് ആയിട്ട് തരം തിരിച്ചിട്ടുണ്ട്. ആദ്യത്തേതാണ് ശിശു, രണ്ടാമത്തേതാണ് കിഷോർ, മൂന്നാമത്തേതാണ് തരുൺ. ആദ്യത്തെ കിഷോർ സ്കീം പ്രകാരം നമുക്ക് ലഭിക്കുന്ന പരമാവധി വായ്പ തുക 50,000 രൂപ വരെയാണ്. ഈ വായ്പ തുക ലഭിക്കുന്നത് ആദ്യമായി ഒരു സംരംഭം അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കാണ് ഈ വായ്പ ലഭ്യമാകുന്നത്. ഇതിന്റെ വാർഷിക പലിശ നിരക്ക് ആരംഭിക്കുന്നത് 10% മുതൽ 12% വരെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ സ്വന്തമായിട്ട് ഒരു ചെറിയ സംരംഭം തുടങ്ങണം. ചെറിയ സംരംഭം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു ഫ്രൂട്ട് സ്റ്റോൾ തുടങ്ങണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പലചരക്ക് കട തുടങ്ങണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റേതെങ്കിലും ഒരു ചെറുകിട സംരംഭം തുടങ്ങാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഈ വായ്പ വളരെ ഉപയോഗപ്രദമാണ്. ഇത് ചെറിയൊരു എമൗണ്ട് ആയതുകൊണ്ട് തന്നെ മിക്ക ബാങ്കുകളും നമുക്ക് എളുപ്പം ഈ വായ്പ ലഭ്യമാക്കുന്നതാണ്. അടുത്ത സ്കീമാണ് കിഷോർ എന്ന സ്കീം. കിഷോർ എന്ന സ്കീമിൽ 50,000 രൂപ മുതൽ 5 ലക്ഷം രൂപ വരെയാണ് വായ്പയായിട്ട് ലഭ്യമാകുന്നത്. ഈ വായ്പ തുക ലഭ്യമാകുന്നത് നമുക്ക് നിലവിൽ ഒരു സംരംഭമുണ്ട്. ആ സംരംഭം നമുക്കൊന്ന് വെൽ എക്സ്റ്റാബ്ലിഷ് ആക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് കുറച്ച് അഡീഷണൽ ഫണ്ട് വേണം. അങ്ങനെയുള്ളവർക്കാണ് ഈ വായ്പ ലഭ്യമാകുന്നത്. 14% മുതൽ 17% വരെയാണ് ഈ വായ്പയുടെ വാർഷിക പലിശ നിരക്ക്. അപ്പം നിങ്ങൾക്ക് നിലവിൽ ഒരു സംരംഭം ഉണ്ടെങ്കിലേ ഈ വായ്പ ലഭ്യമാവുകയുള്ളൂ. മൂന്നാമത്തെ മുദ്ര ലോൺ സ്കീമാണ് തരുൺ എന്ന സ്കീം. തരുൺ എന്ന സ്കീമിലാണ് നമുക്ക് ഏറ്റവും അധികം വായ്പ തുക ലഭ്യമാകുന്നത്. നിലവിൽ 5 ലക്ഷം രൂപ മുതൽ 10 ലക്ഷം രൂപ വരെയാണ് തരുൺ എന്ന സ്കീം പ്രകാരം വായ്പയായിട്ട് ലഭ്യമാകുന്നത്. നിലവിൽ നമുക്കൊരു വെൽ സെറ്റിൽഡ് ആയിട്ട് അല്ലെങ്കിൽ വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു സംരംഭമുണ്ട്. ആ സംരംഭം നമുക്കൊന്ന് എക്സ്പാൻഡ് ചെയ്യണം, അല്ലെങ്കിൽ ഒന്ന് ഡെവലപ്പ് ചെയ്യണം, മറ്റു കാര്യങ്ങളിലേക്ക് ഒന്ന് വ്യാപിപ്പിക്കണം. അങ്ങനെയുള്ളവർക്കാണ് ഈ വായ്പ ലഭ്യമാകുന്നത്. 5 ലക്ഷം രൂപ മുതൽ 10 ലക്ഷം രൂപ വരെയാണ് നിലവിൽ ഈ വായ്പയായിട്ട് ലഭ്യമാകുന്നത്. 7 വർഷം വരെയാണ് ഈ വായ്പകൾക്കെല്ലാം തിരിച്ചടവ് കാലാവധി ലഭ്യമാകുന്നത്. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ പറഞ്ഞ പലിശ നിരക്കിലും അതുപോലെ തന്നെ തിരിച്ചടവ് കാലാവധിയിലൊക്കെ എപ്പോഴും മാറ്റം ഉണ്ടാകാം. കാരണം റിപ്പോ നിരക്കിൽ എപ്പോഴും മാറ്റം ഉണ്ടാകാറുണ്ട്. അതുപോലെ തന്നെ ബാങ്കുകളുടെ പോളിസികൾക്കും ഗവൺമെന്റ് പോളിസികൾക്കും മാറ്റം ഉണ്ടാകുന്നതിനനുസരിച്ച് ഈ കാര്യങ്ങൾക്കൊക്കെ എപ്പോഴും മാറ്റം ഉണ്ടാകാം. നിലവിൽ 10 ലക്ഷം രൂപ വരെ മാത്രമേ ഈ വായ്പ ലഭ്യമാവുകയുള്ളൂ എങ്കിലും നിലവിലെ കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം അനുസരിച്ച് 20 ലക്ഷം രൂപ വരെയായിട്ട് അത് ഉയർത്താൻ സാധ്യതയുണ്ട്. അത് ഉടൻ തന്നെ നടപ്പിലാക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. മറ്റെല്ലാ വായ്പകളെ പോലെ തന്നെ ഈ വായ്പയ്ക്കും സിബിൽ സ്കോർ ബാധകമാണ്. നല്ലൊരു സിബിൽ സ്കോർ ഉണ്ടെങ്കിൽ മാത്രമേ ഈ വായ്പ ലഭ്യമാവുകയുള്ളൂ. എങ്ങനെ സിബിൽ സ്കോർ ചെക്ക് ചെയ്യാം, എങ്ങനെ ഈ സിബിൽ സ്കോർ കൂടുന്നു കുറയുന്നു തുടങ്ങിയ വിശദമായ ഒരു വീഡിയോ ഞാൻ ഇതിനോടകം തന്നെ ചെയ്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ വിസിറ്റ് ചെയ്ത് പ്ലേലിസ്റ്റിൽ നിങ്ങൾക്ക് സിബിൽ സ്കോർ ഡീറ്റെയിൽസ് എന്ന് കാണാം. അവിടെ ക്ലിക്ക് ചെയ്താൽ സിബിൽ സ്കോറുമായിട്ട് ബന്ധപ്പെട്ട മുഴുവൻ വിവരങ്ങളും കാണും. സിബിൽ സ്കോർ എന്ന് പറഞ്ഞാൽ 300-നും 900-നും ഇടയിൽ ഒരു നമ്പറാണ്. നിങ്ങൾക്കൊരു 750-ന് മുകളിലാണ് ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു സിബിൽ സ്കോർ എന്ന് പറയാം.
ഈ വായ്പ ലഭിക്കാൻ വേണ്ട ആവശ്യമായ രേഖകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മളുടെ KYC ഡോക്യുമെന്റ്സ് ആയിട്ട് ആധാർ കാർഡ്, പാൻ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ്, പാസ്പോർട്ട്, വോട്ടർ ID തുടങ്ങിയ ഡോക്യുമെന്റ്സ് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അഡ്രസ് പ്രൂഫ് ആയിട്ടും മറ്റു കാര്യങ്ങൾക്കായിട്ട് നമ്മുടെ യൂട്ടിലിറ്റി ബിൽസ്, നമ്മുടെ ഗ്യാസ് ബിൽസ്, ടെലിഫോൺ ബില്ല്, KSEBയുടെ ബില്ല്, അതുപോലെ തന്നെ വാട്ടർ ബില്ല് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ സാധിക്കും. നിങ്ങൾ സ്വന്തമായി ഒരു സംരംഭം നിലവിൽ നടത്തുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ആ സംരംഭം നിങ്ങൾ നടത്തുന്നു എന്ന് തെളിയിക്കാനുള്ള ബിസിനസ് രജിസ്ട്രേഷൻ പ്രൂഫ്, അതുപോലെ GST രജിസ്ട്രേഷൻ, ഇൻകം ടാക്സ് റിട്ടേൺ, ബിസിനസ് റിപ്പോർട്ട്, P&L ഷീറ്റ്, പാർട്ണർഷിപ്പ് ഡീഡ് തുടങ്ങിയ ഡോക്യുമെന്റ്സ് എല്ലാം നിങ്ങൾക്ക് നൽകേണ്ടി വരും. ചില സമയങ്ങളിൽ ഇതിൽ കൂടുതൽ ഡോക്യുമെന്റ്സ് ബാങ്ക് ആവശ്യപ്പെടാറുണ്ട്. വായ്പ ലഭ്യമാകുമ്പോൾ നിങ്ങൾക്ക് മുദ്ര കാർഡ് ലഭിക്കും. ഈ മുദ്ര കാർഡ് എന്ന് പറയുന്നത് ഒരു രൂപത്തിലുള്ള ഡെബിറ്റ് കാർഡ് തന്നെയാണ്. ഈ കാർഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ട്രാൻസാക്ഷൻസ് നടത്താൻ സാധിക്കും. നമ്മൾ എടുക്കുന്ന വായ്പ തിരിച്ചടയ്ക്കുന്നത് EMI ആയിട്ടാണ്. എല്ലാ മാസം നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് അത് ഡെബിറ്റ് ആയിക്കോളൂ. അങ്ങനെയാണ് നമ്മൾ ഇതിന് പെർമിഷൻ കൊടുക്കുന്നത്. ഈ വായ്പയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, അതിനുള്ള മറുപടി നൽകുക. ഈ വായ്പ എടുത്തവർ അവരുടെ അനുഭവങ്ങൾ ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എങ്കിൽ പിന്നെ പുതിയൊരു വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം.